അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് HRD നീഡ്സ് ആണ്. ടൈപ്സ് ഓഫ് HRD നീഡ്സ് എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് നീഡ്സ്, ഡയഗ്നോസ്റ്റിക് നീഡ്സ് ആൻഡ് അനലിറ്റിക് നീഡ്സ്. അതിൽ നമ്മൾ പല ടൈപ്പാണ് HRDയുടെ നീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പെർഫോമൻസ് ഡെഫിഷ്യൻസി എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളത് അനലൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ എവിടെയാണോ പെർഫോമൻസ് ഡെഫിഷ്യൻസി അവിടെ ആയിരിക്കുമല്ലോ ട്രെയിനിങ് ആവശ്യം വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പെർഫോമൻസ് ഡെഫിഷ്യൻസി ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുക. ആദ്യത്തത് ഡെമോക്രാറ്റിക് നീഡ്സ്, രണ്ടാമത്തത് ഡയഗ്നോസ്റ്റിക് നീഡ്സ്, പിന്നെ അനലിറ്റിക് നീഡ്സ് ആൻഡ് കംപ്ലയൻസ് നീഡ്സ്. ആദ്യത്തെ ഡെമോക്രാറ്റിക് നീഡ്സ് എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് നീഡ്സ് ആർ ഐഡൻറ്റിഫൈഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സ്. ഒരു ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സ് ആണ് നമ്മൾ ഡെമോക്രാറ്റിക് നീഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുമെന്നറിയാമോ, ഡെമോക്രാറ്റിക് പ്രോസസ് ഓഫ് മെജോറിറ്റി റൂൾ ഡിറ്റർമിൻ വാട്ട് ചേഞ്ചസ് നീഡ് ടു ബി മെയ്ഡ് ടു ദ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ എന്ത് ചേഞ്ചസ് വരുത്തണം എന്നുള്ളത് നോക്കും. അതാണ് ഡെമോക്രാറ്റിക് നീഡ്സ്. നമുക്ക് ആദ്യം ഒരു എക്സ്പേർട്ട് ഗ്രൂപ്പാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുക എവിടെയാണ് പെർഫോമൻസ് ഡെഫിഷ്യൻസി എന്ന്. അത് കഴിഞ്ഞിട്ട് എവിടെയാണോ നമുക്ക് ചേഞ്ച് വേണ്ടത് അവിടെ ആ ചേഞ്ച് കൊണ്ടുവരും. പിന്നെ ഉള്ളത് ഡയഗ്നോസ്റ്റിക് നീഡ്സ്. ഡയഗ്നോസ്റ്റിക് നീഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും determined by identifying concept, principles and procedures. ഇവിടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കോൺസെപ്റ്റ്, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ അതാണ് ഡയഗ്നോസ്റ്റിക് നീഡ്സിൽ വരുന്നത്. ഹൂസ് ആബ്സെൻസ് ഓർ ഡെഫിഷ്യൻസി വുഡ് ഹാമ്പർ ദ ട്രെയിനീസ്. അതിൻ്റെ ആബ്സെൻസ് അല്ല അതിൻ്റെ ഒരു ഡെഫിഷ്യൻസി ട്രെയിനീസിന് അവരുടെ ജോബ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ പറ്റാതെ വരും. അതായത് ഡയഗ്നോസ്റ്റിക് നീഡ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് എവിടെയാണോ ഇഷ്യൂ, എവിടെയാണ് പെർഫോമൻസ് ഡെഫിഷ്യൻസി എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ട്രെയിനീസിന് അവരുടെ ജോബ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ പറ്റാതെ വരും. ഇൻ അതർ വേർഡ്സ്, ഫോക്കസ് ഓൺ ദ ഫാക്ടർ ദാറ്റ് ലീഡ് ടു ഇഫക്റ്റീവ് പെർഫോമൻസ് ആൻഡ് പ്രിവെൻറ്റ് പെർഫോമൻസ് പ്രോബ്ലം. അപ്പോൾ ഇഫക്റ്റീവായിട്ടുള്ള പെർഫോമൻസ് എൻഹാൻസ് ചെയ്യുക, പെർഫോമൻസിലുള്ള പ്രോബ്ലംസ് പ്രിവെൻറ്റ് ചെയ്യുക. ഇതാണ് ഡയഗ്നോസ്റ്റിക് നീഡ്സ് കൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന റിസൾട്ട് ഇതാണ്, ഇഫക്റ്റീവ് പെർഫോമൻസ് കിട്ടും. ഇനി അനലിറ്റിക് നീഡ്സ്. അനലിറ്റിക്കൽ നീഡ്സ് എന്ന് പറയുമ്പോൾ അനലിറ്റിക് നീഡ്സ് ആർ ഡിറ്റർമിൻഡ് ബൈ ആക്യുറേറ്റ്ലി പ്രഡിക്റ്റിംഗ് ദ ഫ്യൂച്ചർ ഇൻസ്ട്രക്ഷണൽ നീഡ്സ് ബേസ്ഡ് ഓൺ ദ കറണ്ട് ഇൻസ്ട്രക്ഷണൽ സിറ്റുവേഷൻ. അതായത് ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ നോക്കിയിട്ട്, ഇനി നമുക്ക് എന്താണോ ആവശ്യമുള്ളത്, നമ്മൾ ഏത് ലെവലിലാണോ എത്തേണ്ടത്, അപ്പോൾ ആ ഒരു ലെവലിൽ എത്താൻ വേണ്ടിയിട്ട് ആക്യുറേറ്റ്ലി നമ്മൾ പ്രഡിക്റ്റ് ചെയ്യും. അപ്പോൾ എന്തൊക്കെ ആവശ്യങ്ങളാണ് നമുക്കുള്ളത് ആക്യുറേറ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്യും. അപ്പം അത് നമുക്ക് എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അതിൽ കൺസിഡർ ചെയ്യുക. എന്തൊക്കെയാണ് നമുക്ക് ഇനി എക്സ്ട്രാ വേണ്ടുന്ന റിക്വയർമെൻ്റ് എന്ന് അനലൈസ് ചെയ്യും. ഓക്കെ, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൽ എക്സ്ട്രാ റിക്വയർമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കും. അത് എക്സ്പേർട്സ് ആണ് അത് ചെയ്യുക. ഓക്കെ, ഇനി കംപ്ലയൻസ് നീഡ്സ് എന്ന് പറയുന്നത് ലോ പറഞ്ഞിട്ടുള്ള നീഡ്സാണ്. ദ മോസ്റ്റ് ഓഫ്റ്റൻ ഇൻവോൾവ് മാൻഡേറ്റഡ് ട്രെയിനിങ് പ്രോഗ്രാം. അപ്പം ഇത്തരം ട്രെയിനിങ് കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞിട്ട് മാൻഡേറ്ററി ആയിട്ട് ലോയിൽ പറഞ്ഞിട്ടുണ്ടാവും ഇത്രയും ട്രെയിനിങ് എംപ്ലോയീസിന് കൊടുക്കണമെന്ന്. അതെന്ന് പറയുന്നത് സേഫ്റ്റി ട്രെയിനിങ്, ഫുഡ് ഹാൻഡ്ലിങ്, കംപ്ലയൻസ്, ഹെൽത്ത് കെയർ. അപ്പോൾ അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, അത് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി HRD ഇൻ്റർവെൻഷൻസ് ആർ ഡ്രൈവൺ പ്രൈമർലി ബൈ ലീഗൽ മാൻഡേറ്റ്. യൂഷ്വലി ഈ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ലീഗലി മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തായാലും നമ്മൾ ചെയ്തു പോയാലേ പറ്റൂ. അതാണ് കംപ്ലയൻസ് നീഡ്സിനകത്ത് വരുന്നത്. അപ്പം ലോയിൽ പറയുന്ന കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് കംപ്ലയൻസ് നീഡ്സിൽ വരുന്നത്. ബിക്കോസ് ദിസ് ക്യാൻ അഫക്ട് ഹൗ ദ ഇൻ്റർവെൻഷൻ ഇസ് പെർസീവ്ഡ് ആസ് വെൽ ആസ് ഹൗ ഇറ്റ് ഈസ് കണ്ടക്റ്റഡ്. അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതെങ്ങനെ ചെയ്യുന്നെന്നും അതിനകത്ത് ഏത് സമയത്ത് നമ്മുടെ കമ്പനി ഇൻ്റർവീൻ ചെയ്യണമെന്നും അല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ വരണമെന്നൊക്കെ നമുക്ക് കംപ്ലയൻസ് നീഡ്സ് പ്രോപ്പറായിട്ട് മീറ്റ് ചെയ്താലേ അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ലോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ HRD മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് കംപ്ലയൻസ് നീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡെമോക്രാറ്റിക് നീഡ്സ് ഉണ്ട്, ഡയഗ്നോസ്റ്റിക് നീഡ്സ് ഉണ്ട്, അനലിറ്റിക് നീഡ്സ് ഉണ്ട്, കംപ്ലയൻസ് നീഡ്സ് ഉണ്ട്. ഓക്കെ.